പള്ളി പൊളിച്ചയിടത്ത് ക്ഷേത്രം പണിത് ശ്രീരാമനെ രാഷ്ട്രത്തിന്റെ തന്നെ വിഗ്രഹമൂർത്തിയായി ഉയർത്തിക്കാട്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറുകാർ BJP-ക്കാർ ഓർക്കേണ്ടതുണ്ട്. ഇത് രാമരാജ്യമല്ല, മതനിരപേക്ഷ ഇന്ത്യയാണ്. ബാബറി മസ്ജിദിന്റെ അവശിഷ്ടങ്ങൾക്ക് മേൽ പണിത ക്ഷേത്രത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തറക്കല്ലിട്ടതും പ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതും ഭരണഘടനാ ലംഘനമെന്നത് വസ്തുതയാണ്. തറയിൽ കിടന്നും ഇളനീർ കുടിച്ചും വ്രതമെടുത്തും പ്രതിഷ്ഠാ ചടങ്ങിലെ മുഖ്യ കാർമ്മികനായി മാറിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒരു മതത്തിന്റെ മാത്രം പ്രധാനമന്ത്രിയല്ല താനെന്നും ഇത് ഹിന്ദുരാജ്യമോ രാമരാജ്യമോ അല്ല, ജനാധിപത്യ ഇന്ത്യയാണെന്നുമുള്ള വസ്തുത നരേന്ദ്രമോദി ഉൾക്കൊള്ളേണ്ടതുണ്ട്. രാമക്ഷേത്ര പ്രതിഷ്ഠ നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും അവധി നൽകിയ കേന്ദ്ര നടപടി ജനാധിപത്യ ഇന്ത്യയെ ലജ്ജിപ്പിച്ചുവെന്നത് വാസ്തവമാണ്. അവധി നൽകാനുള്ള തീരുമാനമെടുത്തവരും ഓർക്കണം, ഇതൊരു പ്രത്യേക മതത്തിന്റെ രാഷ്ട്രമല്ല, സമസ്ത മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയാണെന്നത്. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഹ്വാനം ചെയ്യുകയും പങ്കെടുത്ത് ഹിന്ദുത്വ സ്തുതിഗീതങ്ങൾ ഉയർത്തുകയും ചെയ്ത പ്രമുഖ താരങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് രാമരാജ്യമല്ല, ബഹുസ്വര ഇന്ത്യയാണെന്നത്. അയോധ്യ കേസിൽ വിധി പ്രസ്താവിച്ച ബെഞ്ചിലെ ജഡ്ജി അശോക് ഭൂഷണും പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു. 1992 വരെ ഭൂമിയിലുണ്ടായിരുന്ന ബാബറി മസ്ജിദ് കർസവേർ പൊളിച്ചത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബെഞ്ചിലെ അംഗമാണ് അശോക് ഭൂഷൺ. ഇക്കാര്യം ഓർക്കുക പോലും ചെയ്യാതെയാണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. ജസ്റ്റിസ് അശോക് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യമാണ്, എല്ലാ പൗരന്മാർക്കും മൗലികാവകാശങ്ങൾ ഉറപ്പു നൽകുന്ന രാജ്യമാണ് ഇന്ത്യ, രാമരാജ്യമല്ല എന്നത്. ചരിത്ര വസ്തുതയും യാഥാർത്ഥ്യവും നോക്കാതെ എന്തും കൊട്ടിഘോഷിക്കുന്നതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ മാധ്യമങ്ങളുടെ രീതി. ഓഗ്മെന്റ് റിയാലിറ്റിയിലൂടെ ന്യൂസ് റൂം അയോധ്യ ക്ഷേത്രമാക്കുകയും നിർമ്മാണ വൈദഗ്ധ്യത്തെക്കുറിച്ച് വാതോരാതെ വാഴ്ത്തി രാമനാമം ജപിച്ച മാധ്യമങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഗോഡ്സെയുടേതല്ല ഈ രാജ്യം, ഗാന്ധിയുടേതാണെന്ന യാഥാർത്ഥ്യം.